സ്വർണം മാത്രമാണ് യഥാർത്ഥ പണം, ബാക്കിയെല്ലാം വെറും കടം മാത്രമാണ്. അമേരിക്കൻ ധനകാര്യ വിദഗ്ധൻ JP മോർഗന്റെ ഈ വാക്കുകൾ സ്വർണത്തിന്റെ കാലാതീതമായ മൂല്യത്തെക്കുറിച്ചാണ്. യുദ്ധങ്ങളോ മഹാമാരികളോ പ്രകൃതിക്ഷോഭങ്ങളോ വന്ന ലോകം നിശ്ചലമായാലും തകരാത്തിയൊന്നുണ്ടെങ്കിൽ അത് സ്വർണത്തിന്റെ മൂല്യം മാത്രമായിരിക്കും. അതുകൊണ്ട് തന്നെ ഇന്ന് ഏറ്റവും സുരക്ഷിതമായ നിക്ഷേപമായി ലോകം കാണുന്നതും സ്വർണത്തെയാണ്. എന്നാൽ ആഗോളതലത്തിൽ നടക്കുന്ന ചില അപ്രതീക്ഷിത ചലനങ്ങൾ സ്വർണവിലയെയും നിക്ഷേപങ്ങളെയും വലിയ രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട്. ഒരു വർഷം കൊണ്ട് ഏതാണ്ട് ഇരട്ടിയോളമാണ് സ്വർണവില കൂടിയത്. ഇറാൻ US തർക്കങ്ങളും യുദ്ധാന്തരീക്ഷവും സ്വർണ വിപണിയെ വീണ്ടും ചർച്ചകളിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ആഗോള സ്വർണവിലയുടെ ഭാവി നിർണ്ണയിക്കുന്നതിൽ വരാനിരിക്കുന്ന US ഇറാൻ യുദ്ധവിരാമ കരാറിനും വലിയ പങ്കുണ്ട്. ഇരു രാജ്യങ്ങളും തമ്മിൽ കരാറിലെത്തുകയും തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായി തുറക്കുകയും ചെയ്താൽ ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വില വലിയ തോതിൽ കുറയും. എണ്ണവില കുറയുന്നത് രാജ്യങ്ങളിലെ പണപ്പെരുപ്പം കുറയ്ക്കാൻ സഹായിക്കും. പണപ്പെരുപ്പം നിയന്ത്രണത്തിലായാൽ US കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവ് പലിശ നിരക്കുകൾ കുറയ്ക്കും. പലിശ നിരക്ക് കുറയുമ്പോൾ ആളുകൾ ബോണ്ട് നിക്ഷേപങ്ങളിൽ നിന്ന് പിന്മാറുകയും ഏറ്റവും സുരക്ഷിതമായി സ്വർണത്തിലേക്ക് തിരിയുകയും ചെയ്യും. ഈ സ്വർണവില വീണ്ടും മുകളിലേക്ക് കുതിക്കാൻ ഇത് കാരണമാകും. അടുത്ത സാധ്യത, കരാറുകൾ സാധ്യമാകാതെ യുദ്ധം നീളുകയാണെങ്കിൽ എണ്ണവില കുതിച്ചുയരും. ഇത് ലോകമെമ്പാടും കടുത്ത പണപ്പെരുപ്പത്തിന് കാരണമാകും. പണപ്പെരുപ്പം പരിധിവിട്ടാൽ പലിശ നിരക്ക് ഉയർത്താൻ കേന്ദ്ര ബാങ്കുകൾ നിർബന്ധിതരാകും. പലിശ നിരക്ക് ഉയർന്നാൽ ബോണ്ടുകൾക്കും ബാങ്ക് നിക്ഷേപങ്ങൾക്കും ഡിമാൻഡ് കൂടുകയും സ്വർണവിലയിൽ ഇടിവുണ്ടാക്കുകയും ചെയ്യും. ഇതിനൊപ്പം ഡോളർ രൂപ വിനിമയ നിരക്കിലെ വ്യത്യാസങ്ങളും വലിയ സ്വാധീനിക്കും. സ്വർണ വിപണിയിലെ ഈ കടുത്ത അനിശ്ചിതത്വവും ചാഞ്ചാട്ടവും കാരണം പ്രമുഖ മ്യൂച്വൽ ഫണ്ട് കമ്പനികൾ തങ്ങളുടെ പല ഗോൾഡ് ETF ഫണ്ടുകളിലും താൽക്കാലികമായി പുതിയ നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നത് നിർത്തിവെച്ചിരിക്കുകയാണ്. വൻകിട കമ്പനികൾ പോലും സ്വർണത്തിൽ പണമിറക്കാൻ ഇത്രയധികം കരുതലെടുക്കുന്നുണ്ടെങ്കിൽ സാധാരണക്കാരായ റീറ്റെയിൽ നിക്ഷേപകരും കൃത്യമായ പഠനത്തോടെയും തന്ത്രത്തോടെയും മാത്രമേ ഈ സമയത്ത് സ്വർണത്തിൽ നിക്ഷേപിക്കാവൂ. ഇല്ലെങ്കിൽ പ്രതീക്ഷിച്ച ലാഭം കിട്ടാതെ പോയേക്കാം. നിക്ഷേപം എന്ന രീതിയിൽ സ്വർണത്തെ കാണുന്നവർക്ക് ഇന്ന് ഏറ്റവും അനുയോജ്യം ഫിസിക്കൽ ഗോൾഡ് വാങ്ങുന്നതിനേക്കാൾ ഡിജിറ്റൽ ഗോൾഡ് അല്ലെങ്കിൽ പേപ്പർ ഗോൾഡ് രീതികളാണ്. സ്വർണം ആഭരണമായി വാങ്ങുമ്പോൾ വലിയൊരു തുക പണിക്കൂലിയായും GST ആയും നഷ്ടപ്പെടും. പിന്നീട് ഇത് വിൽക്കുമ്പോൾ ഈ തുക തിരികെ ലഭിക്കുകയുമില്ല. ഡിജിറ്റൽ ഗോൾഡിൽ വളരെ ചെറിയ തുകയ്ക്ക് പോലും നിക്ഷേപം തുടങ്ങാം. സൂക്ഷിച്ചു വെക്കാനുള്ള സുരക്ഷിതത്വ പ്രശ്നങ്ങളുമില്ല. ചുരുക്കത്തിൽ സ്വർണം ഇപ്പോഴും തിളക്കമാർന്ന നിക്ഷേപമാണെങ്കിലും ആഗോള രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറി മറിയുന്ന ഈ ഘട്ടത്തിൽ കൃത്യമായ സമയവും രീതിയും നോക്കി വേണം മഞ്ഞലോഹത്തിലേക്ക് പണമിറക്കാൻ.